ഇന്നലെ ഞായറാഴ്ച നടന്ന ഒരു ആക്സിഡൻറ്റിന് ബാക്കി നമുക്കാണ് ഈ കാണുന്നത് കേട്ടോ. തൃശ്ശൂർ കോഴിക്കോട് ഓടുന്ന ഡിഫൻഡർ എന്ന ബസ്സാണ് ഈ കിടക്കുന്നത്. നമസ്കാരം, ലൈവ് ന്യൂസ് നവാസാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബസ് ഇന്നലെ ആക്സിഡൻറ്റ് കഴിഞ്ഞ ബസ്സിൻ്റെ അടുത്താണ്. അപ്പോൾ ബസ്സിനെ കുറിച്ച് പറയാനും ബസ്സിൻ്റെ ഇവിടുത്തെ സ്ഥലത്തെക്കുറിച്ച് പറയാൻ നമ്മുടെ പരിസരവാസിയായ മുഹമ്മദ് അലിക്ക ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ പുള്ളിയോട് ചോദിക്കാം എന്താ കാര്യങ്ങളെന്നൊക്കെ. എന്താണ് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ ഒരു അപകടം വളരെയധികം ഞെട്ടിച്ചൊരു അപകടമാണ്. അതിദാരുണമായിട്ടൊരു ചെറുപ്പക്കാരൻ മരണപ്പെടുകയും പിന്നെ 3 പേര് ഇന്നലെ ഒരു അതിഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഇന്നത്തെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് മാത്രമേ പിടിച്ചു കിട്ടാത്തുള്ളൂ. ഇന്നത്തെ ഈ സംഭവത്തിൻ്റെ പ്രശ്നം മെയിനായിട്ട് അമിത വേഗതയാണ്, അശ്രദ്ധയാണ്. കാരണം പരിചയമില്ലാത്ത റൂട്ടൊന്നുമില്ല, ബസ് ഡ്രൈവർമാർക്ക് പരിചയമില്ലാത്ത റൂട്ടൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തെ നമുക്ക് ഒരിക്കലും കണ്ണടക്കാൻ പറ്റില്ല. അതിനെതിരെ നമുക്ക് ഒരിക്കലും കണ്ണടക്കാൻ പറ്റില്ല. ഈ 3 വരി പാത ഈ റെയിൽവേ ഓവർബ്രിഡ്ജ് ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് 2 വരിയായി ചുരുങ്ങുകയും ഇവിടെ സർവീസ് റോഡ് കട്ടാവുകയും ഈ സർവീസ് റോഡിൽ നിന്നുള്ള എൻട്രി, അതായത് 4 കിലോമീറ്റർ അപ്പുറത്തു നിന്നുള്ള എൻട്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നുള്ളൊരു എൻട്രി ഇതാണ്. ഇവിടെ മെയിനായിട്ട് പോലീസ് സ്റ്റേഷനും ഗവൺമെൻറ് ഹോസ്പിറ്റലും പിന്നെ പേരശ്ശൂർ വഴിക്കുന്ന വരുന്ന വാഹനങ്ങൾ മൊത്തം എൻട്രി ചെയ്യുന്നത്, ഹൈവേയിലേക്ക് എൻട്രി ചെയ്യുന്നത് ഈ ഒരൊറ്റ വഴി കൂടെ. അങ്ങനെയുള്ള ഈ ഒരു സ്ഥലത്ത് ഒരു തിരിവുണ്ട്, കാഴ്ച കാണില്ല. തിരിവുണ്ട്, ഇറക്കുണ്ട്. അതിൽ കൂടെ ഇന്നലെ മഴയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പ്രശ്നം തന്നെയാണ്. പിന്നെ സർവീസ് റോഡ് ഇവിടെ നിന്നാണ് കട്ടാവുകയാണ്. റെയിൽവേ ഓവർബ്രിഡ്ജ് നിങ്ങൾക്ക് വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം. റെയിൽവേ ഓവർബ്രിഡ്ജ് ഉണ്ട് ഒരൊറ്റ കാരണം കൊണ്ട് സർവീസ് റോഡ് കട്ടാക്കിക്കണേ. 3 ലൈനുള്ളത് 2 ലൈനാക്കി ചുരുക്കിക്കണേ. ഒട്ടും ശാസ്ത്രീയമല്ലാത്ത രീതിയിലാണ് ഈ വർക്ക് എടുത്തിട്ടുള്ളത്. KNRCLൻ്റെ അപാകതയെന്ന് നമുക്ക് പറയില്ല, പക്ഷേ അധികാരികൾ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോൾ നമ്മൾ ഇന്നലെ വരെ ഈ ലിമിറ്റഡ് ഷോപ്പും മറ്റുള്ള ബസ്സുകളും കാര്യങ്ങളൊക്കെ ഹൈവേ കൂടെ കടന്നു വന്നത്. ഇന്ന് അങ്ങനെയാണോ വരുന്നത്? ഹൈവേ കൂടെ തന്നെയാണ് കടന്നു വരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഒരു ലിമിറ്റഡ് ഷോപ്പ് ഇതിൽ കൂടെ കടന്നു വരുന്നത് കണ്ടു, സർവീസ് റോഡ് കൂടെ വരുന്നത് കണ്ടു. അല്ല, ഹൈവേ പിടിക്കാൻ പറ്റുന്നിടത്തോളം ഒരു ഹൈവേ പിടിച്ചിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇനി അത് ഒരു സ്ഥിരമായ ഒരു കാഴ്ചയായി കഴിഞ്ഞാൽ വീണ്ടും ആവർത്തിക്കും. ഇതിനെതിരെ അധികാരികൾ ഇനിയും ഒന്നും ചെയ്തിട്ടില്ലാണ്ടെങ്കിൽ ഇതിനും വലിയ അപകടങ്ങൾ സംഭവിക്കും. ഇന്നലെ സംഭവിച്ച അപകടം എന്ന് പറഞ്ഞാൽ അതിൽ ചെറിയ കുട്ടികളില്ല. ഞാൻ കണ്ടിടത്തോളം ചെറിയ കുട്ടികളില്ലാത്തത് ഇതിൻ്റെ മരണനിരക്ക് വളരെയധികം കുറച്ചിട്ടുണ്ട്. ഇതിൽ കുട്ടികൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ മരണനിരക്ക് ഇതിലപ്പുറം പോവുമായിരുന്നു. പരിക്കേറ്റവരുടെ നിലയും ഇതിലപ്പുറം പോവുമായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ പറഞ്ഞാൽ കുറ്റിപ്പുറം ഒരു അപകട മേഖലയാണ്. എങ്കിലും നമ്മുടെ മൂടാലി അണ്ടർപാസ് മുതൽ നമ്മുടെ ഈ കുറ്റിപ്പുറം റെയിൽവേ പാതം വരെ ഒരു അപകടം തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇനിയിപ്പോൾ നമ്മൾ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ലിമിറ്റഡ് ഷോപ്പും മറ്റുള്ള ബസ്സുകളൊക്കെ അവിടുന്ന് സർവീസ് റോഡ് വഴി വരുന്നതായിരിക്കില്ല ഉചിതം. സർവീസ് റോഡ് വഴി തന്നെയുള്ള അവർക്ക് വരാനുള്ളത്. പക്ഷേ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ നേരിട്ട് പിടിക്കുകയാണ്. അതിനൊക്കെ കറക്റ്റായിട്ട് നിയമം ഉണ്ടാക്കിയതിനെ തന്നെ പറ്റുള്ളൂ. ഹിറ്റാച്ചിയും ക്രെയിനും ഉപയോഗിച്ചാണ് ഈ കേസ് ഇവിടെ എത്തിച്ചത്. 2 വണ്ടിയുടെ സഹായത്തോടു കൂടി കേസ് ഇവിടെ എത്തിച്ചു.